ഇന്ത്യയുമായി മികച്ച സൗഹൃദം തുടരുമെന്നും മോദി മഹാനായ നേതാവെന്നുമാണ് നിലവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനെ അനുകൂലിച്ച് മോദിയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി നിന്ന അമേരിക്ക ഇന്ത്യ ഒരു ശീതയുദ്ധമുണ്ടല്ലോ, അത് അവസാന ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അത് അവസാന ഘട്ടത്തിലേക്കൊന്നും മാറിയിട്ടില്ല. വാസ്തവത്തിൽ അതിൻ്റെ പുറകിൽ ഒരു ചതി മണക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഈ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നമുക്കങ്ങനെ സ്ഥിരം സുഹൃത്തുക്കളോ സ്ഥിരം മിത്രങ്ങളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല. അവിടെ നമുക്ക് നിലപാടുകളേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടം, ഇതൊക്കെയാണ് അവിടുത്തെ വിഷയം. നമ്മുടെ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാക്കുക, നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക, നമ്മുടെ രാജ്യത്തിനകത്ത് അന്തഛിദ്രം ഉണ്ടാക്കാതെ നോക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രാഥമികമായ നമ്മുടെ ആവശ്യങ്ങളും നിലപാടുകളൊക്കെ. ഇതൊക്കെയാണ്. അവിടെ അമേരിക്കയാണെങ്കിലും ശരി, ചൈനയാണെങ്കിലും ശരി, റഷ്യ ആണെങ്കിലും ശരി, നമുക്ക് ആരുമായിട്ടും ശത്രുതയുമില്ല, സ്ഥിരമായ സൗഹൃദവും ഇല്ല. നോക്കൂ, റഷ്യ നമ്മളുമായിട്ട് വർഷങ്ങളായിട്ട് വളരെ അടുപ്പമുള്ള രാഷ്ട്രമാണ്. നമുക്ക് വലിയ സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നന്ദി നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഏറ്റവും പുതിയ യുദ്ധോപകരണങ്ങളും പോർവിമാനങ്ങളും ഒക്കെ ഇന്ത്യക്ക് റഷ്യ നൽകുമ്പോൾ പോലും അതിൻ്റെ സാങ്കേതിക വിദ്യ പലതും നമുക്ക് നൽകിയിട്ടില്ല. അതിപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. ഇപ്പം നമുക്ക് അതുകൊണ്ടാണല്ലോ MiG-21 നമ്മൾ സേനയിൽ നിന്ന് പതുക്കെ ഒഴിവാക്കുകയല്ലേ കാലഹരണപ്പെട്ട്. പക്ഷെ അതിൻ്റെ സാങ്കേതിക വിദ്യ നമുക്ക് തന്നിട്ടില്ല. അതിൻ്റെ എൻജിൻ, ബാക്കി ബോഡിയും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്ക് തന്നു. പക്ഷെ അതിൻ്റെ എൻജിനെ സംബന്ധിക്കുന്ന ഒരു പോർവിമാനത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ എൻജിനാണ്. അതിനെ സംബന്ധിക്കുന്ന സാങ്കേതിക വിദ്യ അവർ നമുക്ക് കൈമാറിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയാണ്. അമേരിക്കയും ഇങ്ങനെയാണ്, ചൈനയും ഇങ്ങനെയാണ്, റഷ്യയും ഇങ്ങനെയാണ്. എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളാണ്. വളരെ വിശാലമായി ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ഭാരതത്തിന് മാത്രമേ ഉള്ളൂ. എവിടെയുള്ളവരാണെങ്കിലും ശരി, ലോകമേ തറവാട്, ഈ ലോകം മുഴുവനും ഒരു തറവാടാണ്. ഞങ്ങളുടെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ എല്ലാം മനുഷ്യരാണുള്ളത്. അവരോടൊക്കെ അതാണോ ഇന്ത്യയുടെ നീക്കമാണോ? കാരണം ഈ അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെ തന്നെ പരസ്യമായി തന്നെ റഷ്യയുമായും ചൈനയുമായും നരേന്ദ്രമോദി അടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. പണ്ട് ഇന്ത്യ ഒരു ചേരാ നയം പോലെ മോദിയും പിന്തുടരുന്നിരുന്നു. കാരണം ആരെയും പിണക്കാറില്ല. ഈ ഗാസയുമായും സൗഹൃദമുണ്ട്, അതോടൊപ്പം തന്നെ ഇസ്രയേലുമായി സൗഹൃദമുണ്ട്, റഷ്യയുമായി സൗഹൃദമുണ്ട്, യുക്രൈനുമായി സൗഹൃദമുണ്ട്. അങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് പോയിട്ടില്ല. നാം ചൈനയിൽ കണ്ടത് ഒരു തുറന്നു പറച്ചിലായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇത് അമേരിക്കയെ മെരുക്കി ഇന്ത്യയുടെ വരുതിക്ക് നിർത്താനുള്ള ശ്രമം ഇന്ത്യ നടത്തിയേ തീരൂ. അതിൽ നിന്ന് അയ്യോ ഞങ്ങളതൊന്നും ചെയ്യില്ല, അമേരിക്ക അവിടുന്ന് കണ്ണുരുട്ടുമ്പോൾ വിറച്ച് മൂത്രമൊഴിക്കുന്ന ആ പതിവ് ഇനിയില്ല. അത് അങ്ങനെ പോയാൽ നമ്മൾ ഒരിക്കലും ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറില്ല. വികസനത്തിലേക്ക് കുതിച്ച് സമ്പൂർണമായ വികസിത രാഷ്ട്രമായി മാറി ദാരിദ്ര്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത്, പട്ടിണിയെ ഇല്ലായ്മ ചെയ്ത് ഒരു സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും സുഖവും സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഭരണം പോകണമെങ്കിൽ നമുക്കതിനുള്ള ശക്തി വേണം. ആ ശക്തി തീർച്ചയായിട്ടും ആ ആയുധങ്ങളിലൂടെയും വ്യാപാരത്തിലൂടെയും ഒക്കെ നമ്മൾ നേടേണ്ടതാണ്. അവിടെ നമ്മൾ അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്ന ആ പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അതിൻ്റെ ആവശ്യവുമില്ല. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യം, നമ്മൾ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. നമ്മുടെ ഒരു നല്ല വിപണിയാണ് അമേരിക്ക. നമ്മുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റു പോകുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് നമുക്ക് മുറിക്കാനും സാധിക്കില്ല. ഇനിയിപ്പോൾ ട്രംപ് വിചാരിച്ചാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റാൻ പറ്റില്ല അമേരിക്കക്കാർക്ക്. എത്രയോ ഇന്ത്യക്കാർ അമേരിക്കയിൽ കഴിയുന്നു. വിവിധ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരെ, വലിയ പ്രസിദ്ധങ്ങളായ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരെ ഇന്ത്യക്കാരല്ലേ ഇരുന്ന് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. അവർ ഒരിക്കലും
പരിപൂർണമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ, മുറിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ട്രംപ് ഈ സമ്മർദ്ദമൊക്കെ ചെലുത്തും. കാരണം ട്രംപിന് പണം 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 വാരാനാണ് നിൽക്കുന്നത് ട്രംപിന് അമേരിക്കയെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് ട്രംപ് വന്നിരിക്കുന്നത്. അവർക്കിപ്പോൾ കാലിടറിയിട്ടുണ്ട്, അവർക്ക് പല വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്, അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ വെല്ലുവിളികളുണ്ട്, സാമ്പത്തികമായിട്ട് അവർ പ്രതിസന്ധിയിലാണ്. ഏറ്റവും കൂടുതൽ കടമുള്ള ഒരു രാഷ്ട്രം അമേരിക്കയാണ്. അവിടെ നിന്ന് അമേരിക്കയെ കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ട്രംപ് സ്വീകരിക്കുന്ന നടപടികളാണ് പലതും. അത് നമുക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് നമ്മളത് വകവയ്ക്കുന്നില്ല. പോയി പണി നോക്കിക്കോ. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാ ഇവരുണ്ട്, അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളുണ്ട്. ഇതാണ് ഇന്ത്യ. ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളവിടെ വലിയ ഈ ദയയും കാരുണ്യവും സൗഹൃദവും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുറകെ, അറിയാമല്ലോ പണ്ടിങ്ങനെ പുറകെ നടന്നു. എന്താ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറുള്ള സുരക്ഷാ കൗൺസിലിൽ അംഗത്വം ലഭിക്കാൻ ചൈനയ്ക്ക് ഏറ്റവും പിന്തുണ കൊടുത്തത് നെഹ്റുവാണ്. ഇന്ത്യക്ക് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മറ്റു രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അന്ന് ഞങ്ങൾക്ക് വേണ്ട, ചൈനയ്ക്ക് കൊടുക്ക്. അവസാനം ആ ചൈന എന്താ ചെയ്തത് ഇന്ത്യയോട്? ഹിന്ദി ചീനി ഭായി ഭായി. ആ ഭായി അവസാനം അടിയിൽ കൂടെ ഒരു ആണ്ടം പണി കൊടുത്തു നെഹ്റുവിനിട്ട്, ഇന്ത്യക്കിട്ട്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളണം. ഇത് കോൺഗ്രസിൻ്റെ കാലത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കുറേയൊക്കെ അവർ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഭയമായിരുന്നു. ഒന്നാമത്തെ കാരണം, ഒരു സുസ്ഥിരമായ സർക്കാർ ഈ കോൺഗ്രസിൻ്റെ അവസാന നാളുകളിൽ കൂട്ടുകക്ഷി ഭരണമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഘടകകക്ഷികളുടെ ഇടപെടൽ നമുക്കറിയാം. ഈ 2004, 2009 കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് പ്രതിപക്ഷമല്ല, അവരുടെ തന്നെ ഘടകകക്ഷിയായ ഇടതു പാർട്ടികളാണ്. ഏത് വികസന കാര്യത്തിനും എതിര് നിൽക്കും അന്ന് ഇടതു പാർട്ടികൾ. അവരുടെ പിന്തുണയിൽ 54 സീറ്റുണ്ട്. അവർ പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ മൂട്ടിൽ വീഴും. അന്ന് അവരുടെ പിന്തുണയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ താല്പര്യങ്ങളെ മൻമോഹൻ സിംഗ് സർക്കാർ ബലി കൊടുത്തു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. നരേന്ദ്രമോദി വളരെ ശക്തനാണ്. 2 ടേം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഏറ്റവും ശക്തരായ ഘടകകക്ഷികൾ ഒപ്പം BJPക്ക് ഒപ്പമുണ്ട്. മാത്രമല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘടകകക്ഷികളിൽ ഒന്നുമല്ല, അദ്ദേഹത്തിന് ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സധൈര്യം മുന്നോട്ട് പോകാനുള്ള കരുത്തുമുണ്ട്. അവിടെ അമേരിക്കയുമായിട്ട്, ട്രംപുമായിട്ട് നമുക്ക് അനാവശ്യമായ ഒരു വിരോധവുമില്ല. ട്രംപ് മര്യാദയ്ക്കാണെങ്കിൽ നമ്മളും മര്യാദയ്ക്ക്, നമ്മളോട് കന്നന്തുരു കാണിച്ച് തിരിച്ച് നമ്മളും കന്നന്തുരു കാണിക്കും. വളരെ ലളിതമാണ് വിഷയം. അത് ആ ഒരു നയതന്ത്ര തലത്തിലേക്ക്, ആ നയതന്ത്ര ബുദ്ധിയിലേക്ക് ഇന്ത്യ ഇപ്പോഴിതാ എത്തപ്പെട്ടിരിക്കും. നമുക്ക് ആരോടും വിരോധവുമില്ല, ആരോടും വലിയ സൗഹൃദവുമില്ല. എല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താൻ നമ്മൾ ആരുമായിട്ടും സഹകരിക്കും. നമുക്കവിടെ ഈ പറഞ്ഞ പോലെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. നമ്മൾ നമ്മുടെ ലാഭം, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ സുരക്ഷ ഒക്കെയാണ് നോക്കുന്നത്. സർവോപരി ലോകത്തിന് മുഴുവനും സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം. അവിടെ നമ്മൾ യുദ്ധത്തിന് ആരുടെ പോകുന്നില്ല. ആരുമായും യുദ്ധം ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. പിന്നെ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ വിടുകയില്ല. അത് ഓപ്പറേഷൻ സിന്ദൂരിൽ തെളിയിച്ചതാണ്. നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, ഇനിയിപ്പോൾ നാളെ അമേരിക്ക തന്നെ നമ്മളോട് യുദ്ധത്തിന് വന്നാലും ശരി, നമ്മൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് അമേരിക്കയ്ക്കും അറിയാം. ഈ വിയറ്റ്നാമിനെയും ക്യൂബയെയും ഒക്കെ ആക്രമിച്ചതുപോലെ അത്ര എളുപ്പമല്ല. അവിടെ തന്നെ അമേരിക്ക എത്ര ജയിച്ചു എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഈ 6ലധികം യുദ്ധങ്ങൾ നടത്തി, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 6ലധികം യുദ്ധങ്ങൾ നടത്തിയിട്ട് ഒന്നുപോലും ജയിക്കാത്ത ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ആ അമേരിക്ക ഇന്ത്യയുടെ അടുത്തൊന്നും യുദ്ധത്തിന് വരാൻ പോകുന്നില്ല. ഈ വിരട്ടലും വിലപേശലും ഒക്കെ ട്രംപിൻ്റെ അടവ് നയമാണ്. അത് കണ്ടൊന്നും ഇന്ത്യ വിറയ്ക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി മുട്ടുമടക്കും എന്ന് വിചാരിക്കേണ്ട. ഇങ്ങോട്ട് നല്ല വാക്ക് പറഞ്ഞു, തിരിച്ചങ്ങോട്ടും നല്ല വാക്ക് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇങ്ങോട്ട് പുകഴ്ത്തി, അങ്ങോട്ട് മര്യാദയുടെ ഭാഷയിൽ അങ്ങോട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്.
ഈ പുകഴ്ത്തലൊന്നും കണ്ട് മോദി വീഴാൻ പോകുന്നില്ല. ഗുജറാത്തിയെ കച്ചവടം പഠിപ്പിക്കാൻ അമേരിക്കക്കാർ വളർന്നിട്ടില്ല, അതിന് ട്രംപിനും ആകത്തില്ല. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ജയശങ്കർ പറഞ്ഞതുപോലെ ഇത് പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ഈ ഇന്ത്യയോട് തീർച്ചയായിട്ടും ഇടപെടുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ കരുതലുകൾ സ്വയം സ്വീകരിച്ചുകൊള്ളുക. ഇന്ത്യയെ കുറ്റപ്പെടുത്താനും ഇന്ത്യയെ പഴിചാരാനും ഒന്നും വരണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങളാണ് വലുത്. ഞങ്ങൾ ഈ 140 കോടി ജനങ്ങളുടെ ക്ഷേമം അത് ഉറപ്പുവരുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതിന് വിഘാതമുണ്ടാക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിന് തടസ്സമുണ്ടാക്കാൻ വരുന്ന ഒരു ശക്തിയുമായും ഞങ്ങൾ കോംപ്രമൈസിനില്ല, അവരോട് വിട്ടുവീഴ്ചയില്ല. അത് ചൈനയായാലും അമേരിക്കയായാലും റഷ്യയായാലും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.